ഇന്നലത്തെ കാറ്റിലും മഴയിലും ആഞ്ഞിൽ തങ്കപ്പൻ്റെ വീട്ടിൻ്റെ മണ്ടയിലേക്ക് ചാഞ്ഞ്. തങ്കപ്പൻ്റെ മകൻ അപ്പി സാഹസികമായി ആഞ്ഞിലിനെ വെട്ടിമാറ്റി. സഹായത്തിന് ബാബുവണ്ണനും ദിലീപണ്ണനും അപ്പിയുടെ അനിയനും ഉണ്ണിയും ഒക്കെ ഉണ്ടായിരുന്നു. ആളുകളില്ലായിരുന്നെങ്കിൽ വീട്ടിൻ്റെ മണ്ടയിൽ തന്നെ മറിഞ്ഞേനെ. വീട്ടിൻ്റെ മണ്ടയിൽ ചാഞ്ഞു നിൽക്കുമായിരുന്നു ആഞ്ഞിൽ മരം. ഇന്നലത്തെ കാറ്റിലും മഴയിലുമാണ് ആഞ്ഞിൽ ചാഞ്ഞത്. വീട് പോകാത്തത് എന്തോ ഭാഗ്യം. അവനിത് കിട്ടുന്നില്ലേ? ഇതാ ഇക്കിളി പറഞ്ഞു തലേ കയറില്ലായിരുന്നേ അങ്ങ് പോയേനെ. മാവും പോയേനെ, തങ്കപ്പൻ്റെ മാടവും പോയേനെ. ഒന്നും കുഴപ്പമില്ല. ഇന്നലെ നല്ല ഇടിയും കാറ്റുമല്ലായിരുന്നു. ആർക്ക്? ഈ മുറിച്ചാനാ ഇപ്പോഴാ? ആണോ? ആ വെറുതെ അല്ല മുറിച്ചല്ലേ? അല്ല ഇത് വീട്ടിനോട്ടെ വീണെങ്കിലോ? അല്ല അതുകൂടെ കൊതാൻ പറ. അതുകൂടെ കൊതാൻ പറ. മണ്ട വേണ്ട. തേക്കിന്റെ തേക്ക് പിന്നെ മുമ്പ് ഇരിക്കുവാണ്ട ചാഞ്ഞ് ഇരിക്കുക. ആഞ്ഞിൽ ചാഞ്ഞ് നിന്നല്ലേ? ആഞ്ഞിൽ ചാഞ്ഞാണെന്നല്ലേ? ആഞ്ഞിലേ ചാഞ്ഞാണെന്ന് പഞ്ചായത്ത് വെള്ളം തരുമോ? തരത്തില്ലല്ലോ എവിടെ നിന്നാലെന്ന് ഏണ പഞ്ചായത്തുകാരൊന്നും തരത്തില്ല. അടക്കാരം പൊട്ടിട്ട് വീണ് പിന്നെ ഡൈനുമായിട്ടും ഒക്കെ പോയി എന്ത് കൊടുത്തത്. മുറിച്ചത് നല്ലതല്ലേ? ഇത് മുറിച്ചത് അതൊക്കത്തില്ല. അറിയാവുന്ന ആരെങ്കിലും പറ്റിയല്ലേ വെക്കോ? അല്ല വീട്ടിനോണ്ടേ എടുത്തില്ലേ? ചാഞ്ഞ് കാണുന്നതല്ലേ? മഴ പെയ്ത് എല്ലാം കൂടെ ഇടിഞ്ഞ് എൻ്റെ മല മൊത്തം ഇടിഞ്ഞ് നടക്കുമല്ലേ? ഞാൻ പറഞ്ഞു ഇതുപോലെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പറഞ്ഞേ. അവനോട് അവൻ ചോദിച്ചായിരുന്നു അവൻ്റെ കുഞ്ഞുമോൻ ആളുണ്ടല്ലേ? അവനോട് ഞാൻ പറയായിരുന്ന ചക്ക ഒരെണ്ണം കിട്ടിയല്ലേ? ചക്ക
വെച്ച് വെട്ടാന്നാ കയറില്ലെങ്കിൽ തങ്കപ്പന്റെ മാടവും പോയാൽ വെച്ചു കൊടുക്കേണ്ടി വന്നു. പഞ്ചായത്തിലെ വീട് തങ്കപ്പന്റെ വീടും പോയാലല്ലേ എല്ലാം പോയേനെ.